ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മീഖാ പ്രവചനം 7-ാം അധ്യായം 7-ാം വാക്യത്തിൽ, ഞാനോ യഹോവയെങ്കിലേക്ക് നോക്കും, എൻ്റെ ദൈവത്തിനായി ഞാൻ കാത്തിരിക്കും, അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. ഒരു ഭക്തൻ്റെ ദൃഢനിശ്ചയമാണ്, ഞാൻ യഹോവയെങ്കിലേക്ക് നോക്കും. പ്രിയപ്പെട്ടവരെ, വ്യക്തിപരമായി തളർന്ന് കൂടെ ഇരിക്കാമെന്ന് പറയുന്നവരും കൂടെയുള്ളവരും തിരിഞ്ഞു നോക്കിയാൽ ഒന്നും ഇനി അവശേഷിക്കുന്നില്ല എന്നതുപോലെ സകലതും പിന്മാറിപ്പോയി, എല്ലാവരും വിട്ടുപോയി, കൂട്ടിനായിട്ടാരുമില്ല, സമാധാന വാക്ക് പറയുവാൻ ആരുമില്ല, നല്ലതാഗ്രഹിക്കുന്നവരും ആരുമില്ല. ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് രാവിലെ സമയം തൻ്റെ വചനത്തിൽ കൂടെ സംസാരിക്കുന്നു. ഞാൻ എൻ്റെ യഹോവയ്ക്കായി കാത്തിരിക്കും, ഞാൻ എൻ്റെ ദൈവത്തിനായി കാത്തിരിക്കും, യഹോവ എൻ്റെ പ്രാർത്ഥന കേൾക്കും. ഇതൊരു ദൃഢനിശ്ചയമാണ്. യഹോവയിൽ ആശ്രയിക്കുന്ന ഭക്തന്മാരുടെ ഒരു ദൃഢനിശ്ചയമാണ്, ഞാൻ യഹോവയ്ക്ക് വേണ്ടി കാത്തിരിക്കും. സാഹചര്യം മുഴുവൻ എനിക്ക് പ്രതികൂലമാണ്, മനുഷ്യരാരും എൻ്റെ പക്ഷത്തില്ല, ആരും എന്നെ സഹായിക്കാനില്ല, ആരും എനിക്ക് തുണയായില്ല, എൻ്റെ നന്മയെ ആഗ്രഹിക്കുന്നവരും ആരുമില്ല. ആത്മീയ ജീവിതത്തിലാകട്ടെ ഭൗമിക ജീവിതത്തിലാകട്ടെ തകരപ്പെട്ട് തരിപ്പണമായി എന്ന് തോന്നുന്ന നിങ്ങളുടെ ജീവിതം, എന്നെ കേൾക്കുന്ന സ്നേഹിത, നിങ്ങളുടെ ജീവിതം ഒരു തരിപ്പണമായ അനുഭവത്തിലായിരിക്കുന്നുവല്ലേ? യഹോവയായ ദൈവം പറയുന്നു, അവങ്കലേക്ക് നോക്കിയാൽ നിങ്ങളുടെ മുഖം പ്രകാശിതമായി തീരും. അവർ ലജ്ജിച്ചു പോകുവാൻ ഒരു നാളും അനുവദിക്കുന്ന ദൈവമല്ല. നാം ലജ്ജിച്ചു പോവുകയില്ല. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുമെന്നൊരു ശുഭാപ്തി വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ യാചന ദൈവത്തിങ്കിലേക്ക് ചെല്ലട്ടെ. നിങ്ങളുടെ പ്രാർത്ഥന ദൈവത്തോടാകട്ടെ. ജീവനുള്ള ഏകസത്യ ദൈവമായ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ജീവനെ നമുക്ക് വേണ്ടി നൽകി തന്നെങ്കിൽ, കർത്താവ് പറയുന്നു, തൻ്റെ ജീവനെ നമുക്ക് വേണ്ടി, തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി നൽകി തന്നു എങ്കിൽ നമുക്ക് വേണ്ടി ഇനി എന്താണ് നൽകി തരാത്തത്? ഈ ഭൂമിയിലെ ഏതെങ്കിലും ഒരു സാഹചര്യം, ഒരു അനുഭവം, ഒരു സന്തോഷം, ഒരു നന്മ ദൈവത്തിന് നൽകിത്തരാൻ കഴിയുകയില്ലയോ? നിശ്ചയമായും തരും. ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന നമ്മുടെ ആത്മാവിൻ്റെ നിത്യരക്ഷ അതെ ഉണ്ടാകേണ്ടതിന് കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിൽ തൻ്റെ പരമോന്നത അനുഭവത്തിൽ നിന്ന് താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന് സകല മാനവജാതിയെയും രക്ഷിച്ചു അല്ലേ? നമ്മുടെ ജീവനെ നമുക്ക് ഔദാര്യമായി ലഭിക്കത്തക്ക രീതിയിൽ ചിലവ് കൂടാതെ, യാതൊരു ചിലവും കൂടാതെ ആത്മാവിൻ്റെ നിത്യരക്ഷ നൽകി തരുവാൻ യേശു കർത്താവ് ഇറങ്ങി വന്നു എങ്കിൽ ഈ ഭൂമിയിലെ ഏതെങ്കിലും ഒരു നന്മയോ സമാധാനമോ സന്തോഷമോ നൽകാതിരിക്കുമോ? തൻ്റെ പുത്രനെ നൽകിത്തന്നവൻ അതോടുകൂടെ സകലവും നൽകാതിരിക്കുമോ? രാവിലെ സമയം ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, യഹോവയ്ക്കായി കാത്തിരിക്കുക, യഹോവ എൻ്റെ പ്രാർത്ഥന കേൾക്കും. ശത്രുവായവളെ, ഞാൻ ഒരിക്കൽ വീണു എങ്കിലും ഞാൻ എഴുന്നേൽക്കും, ഞാൻ ഇരുട്ടത്തിരുന്നാലും ദൈവം എനിക്ക് വെളിച്ചമായി തീരും. ഇതൊക്കെയും ഒരു ഭക്തൻ്റെ പ്രത്യാശയാണ്. രാവിലെ സമയം പ്രിയപ്പെട്ടവരെ, കർത്താവിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്ന ദൈവമക്കളെ, അതല്ല യേശുവിനെ ഇതുവരെയും നിങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്ന ഏതെങ്കിലും ഒരു വ്യക്തി എന്നെ ശ്രവിക്കുന്നുവെങ്കിൽ കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നിങ്ങൾക്ക് ആത്മീയവും ഭൗമികവുമായി രക്ഷ നൽകുവാൻ അത്രേ മനുഷ്യപുത്രനായി, ദൈവപുത്രനായിരുന്നവൻ മനുഷ്യപുത്രനായി ലോകത്തിലേക്ക് വന്നത്. ആകയാൽ വിശ്വസിക്കുന്നുവെങ്കിൽ നിത്യമായും രക്ഷ കരസ്ഥമാക്കാം. അപ്പോൾ തന്നെ ഈ ലോക ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്നതൊക്കെയും നൽകിത്തന്ന് അനുഗ്രഹിക്കാമെന്നും കൂടെ കർത്താവിൻ്റെ വാഗ്ദത്തങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അത് നമുക്ക് ലഭ്യമായി തീരും. രാവിലെ സമയം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് കർത്താവിനായി കാത്തിരിക്കുന്നു. ഒരു നാളിൽ ലജ്ജിച്ചു പോകയില്ല എന്ന് ഉറപ്പ് വരുത്തുകയാണ് ഈ വചനം. കർത്താവിനായി നമുക്ക് കാത്തിരിക്കാം. ആമേൻ.